വെൽക്കം ബാക്ക് ടു ഡി ചൂസ് ട്രാവൽ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ യാത്ര അക്കോ സാംബോയിലേക്കാണ് കേട്ടോ. ഇത് അക്രയിൽ നിന്നും ഏകദേശം 82 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ നമ്മൾ തെമയിലെത്തി. ദാ ഈ മുന്നേ പോകുന്ന വാഹനം കണ്ടോ? ഇത് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ KSRTC പോലെയൊന്നും അല്ല കേട്ടോ. പ്രൈവറ്റ് ആയിട്ട് ഓടുന്നതാണ്, പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടുമാണ്. തെമയിൽ നിന്നും നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് ആണ്. ദാ ഈ റൈറ്റിലേക്ക് പോകുന്നത് ഹാർബറിലാണ് കേട്ടോ. ഹാർബറിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫിഷ് ഐറ്റംസും അവിടെയും കിട്ടും. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു. ദാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് മൊത്തം കുറെ കന്നുകാലികളാണ്. ഇതുങ്ങളെയൊക്കെ വിൽക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇങ്ങനെ റോഡ് അരികിൽ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകൾ ഇനി നമുക്ക് മുന്നോട്ട് കാണാം. ദാ ഈ കാണുന്നത് ചോളമാണ്. ഇവിടെ വളരെയധികം ചോളം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ചോളം നമ്മൾ പോപ്കോൺ അറിയാലോ അല്ലേ? പിന്നെ ദാ ഈ കാണുന്നത് മാന്തോപ്പാണ്. ഏപ്രിൽ മെയ് ആകുമ്പോൾ ഇവിടെ മാങ്ങ വളരെ സുലഭമായി കിട്ടും. ദാ ഞങ്ങളുടെ മുന്നിൽ കുറച്ച് ആൾക്കാർ നടന്നു പോകുന്നുണ്ട്, കുറേ ആട്ടിൻകൂട്ടങ്ങൾ. ദാ ഈ കാണുന്നത് ചെടിച്ചട്ടികളാണ് കേട്ടോ. ദാ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഷായി ഹിൽസ് എന്നാണ് പേര്. പിന്നീട് ഒരു ദിവസം നമുക്ക് ഇവിടെ പോകാം. ഈ ഷായി ഹിൽസ് ഏരിയയിൽ വളരെയധികം കാണുന്നത് ദാ ഇതുപോലത്തെ കുരങ്ങന്മാരാണ്. ഒരുപാടുണ്ട് റോഡിൽ. ഇങ്ങനെ നമുക്ക് കുറെ കാണാൻ കഴിയും. ദേ കണ്ടില്ലേ, ഒരാൾ നമ്മളെ ക്രോസ് ചെയ്തു പോയി. അങ്ങനെ നമ്മൾ ഈസ്റ്റേൺ റീജിയനോട് അടുത്തെത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് വോൾട്ട റിവർ. വോൾട്ട റിവറിന് എക്രോസ് ആണ് ഈ പറഞ്ഞ അക്കോസാംബ ഡാം. ഗാനയിലെ 85% ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ അക്കോസാംബ ഡാമിലാണ്. നല്ല കാറ്റും നല്ല സുന്ദരമായ സ്ഥലം. കുറെ അധികം നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ തോന്നുമെങ്കിലും നമുക്ക് യാത്ര മുന്നോട്ട് പോയല്ലേ പറ്റൂ. കണ്ടില്ലേ, മലനിരകളും ഒക്കെ ഉണ്ട് ഒരുപാട്. ഗാനയിലെ മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ അക്കോസോംബോ ഡാം. അക്കോസോംബോ ഡാമിലേക്ക് നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല. ചില സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം ഡാമിനകത്തേക്ക് ആൾക്കാരെ നമുക്ക് കടത്തിവിടില്ല. ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ആൾക്കാർക്ക് അവിടെ പോകാൻ കഴിയുക. അത് മൺഡേ ടു ഫ്രൈഡേ. അതിന് പ്രത്യേകതരം പാസ്സൊക്കെ ഉണ്ട്. അത് അക്രയിൽ നിന്ന് നമ്മൾ പാസ് കളക്ട് ചെയ്തിട്ട് വേണം അവിടെ എത്താൻ. അപ്പം നമുക്കിനി ഈസ്റ്റേൺ റീജിയനിലെ കുറച്ച് സുന്ദരമായ സ്ഥലം കാണാം. ഈ കാണുന്നതൊക്കെ വോൾട്ട റിവർ അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ്. നല്ല സ്ഥലമല്ലേ? നമ്മൾ ഏതാണ്ട് തമിഴ്നാട്ടിൽ കൂടെ പോകുന്ന പോലെയുണ്ട്. രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാറ്റാണ്. ഇവിടെ കൂടെ വണ്ടിയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് AC ഒന്നും ആവശ്യമില്ല. അതുപോലെ നല്ല തണുത്ത കാറ്റും നല്ല ക്ലൈമറ്റുമാണ് ഇവിടെ. ഇവിടെ ചൂടൊന്നും ഒരുപാട് അറിയുകയില്ല. നല്ല രസമാണ്. ഇതിലെ കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റിയ അത്രയും നല്ല സ്ഥലമാണ് ഇത്. അങ്ങനെ നമ്മൾ ഈ വോൾട്ട റിവറിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ സൈഡിൽ വോൾട്ട റിവറും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പോകുന്ന ഈ ഏരിയ എല്ലാം വോൾട്ട റിവർ അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അക്കോസോംബോ ഡാമിലെത്തും. ഞാൻ നേരത്തെ പറഞ്ഞ ഡാമിന്റെ മതിലുകളാണ് ആ കാണുന്നത്. ചില സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം ഇപ്പൊ അങ്ങോട്ട് ആൾക്കാരെ വിടുന്നില്ല. നമുക്ക് ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. ഈ റൗണ്ട് അബൌട്ട് വരെ ഇപ്പൊ നമുക്ക് വരാനുള്ള മാർഗമുള്ളൂ. ഞാൻ ഈ പറഞ്ഞിടത്തുനിന്ന് നമ്മളിപ്പോൾ തിരിയുകയാണ്. ഇവിടുന്ന് തിരിച്ച് നമുക്ക് വേറെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞാണ് പോകുന്നത്. ഏതാണ്ട് ഒരു ഉച്ച സമയമായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി പറ്റിയ സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് തപ്പി നോക്കാം. അപ്പം നമ്മളിതേ ഇവിടുന്ന് തിരിഞ്ഞു. വീണ്ടും അതേ സ്ഥലത്തൂടെ തന്നെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു. സൈഡിലൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതും ഈ വോൾട്ട റിവറിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ. കാണാൻ വളരെ ഭംഗിയുണ്ട്. ഏതാണ്ട് നാട്ടിൽ നമ്മൾ കല്യാണത്തിനൊക്കെ പന്തലിടുന്ന പോലെ തന്നെ ചെടികൾ കൊണ്ട് നല്ലൊരു പന്തലാണ്. നമുക്ക് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. എൻട്രൻസിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാം. കുറേ ചെടികൾ കൊണ്ട് പന്തലിടുക എന്ന് പറയില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണ്. കാണാൻ വളരെ നല്ല രസമുണ്ട്. ഇപ്പോൾ സൈഡിലൊക്കെ കുറേ തെറ്റുകൾ. ഇവിടെ ഞാൻ കണ്ടത് നമ്മുടെ നാട്ടിൽ കാണുന്ന തെറ്റുകളില്ലേ, അതിൽ ഈ ചുമപ്പും മഞ്ഞ അങ്ങനെ കുറേ ചെടികൾ. എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും പേരറിയില്ല, എങ്കിലും കുറച്ചൊക്കെ അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നത് തെറ്റിയാണ്, നമ്മുടെ നാട്ടിലുള്ള തെറ്റി. മുകളിലൂടെ ഒരു ചെടി ഇങ്ങനെ അവർ പടർത്തി വിടുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് പേരറിയാമോ എന്ന് ഒന്ന് നോക്ക്.
നമ്മളിങ്ങനെ നടന്ന് ഇപ്പം ഈ പാസേജ് എനിക്ക് കണ്ടിട്ട് കവർ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പാസേജിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന വീഡിയോ എടുത്ത് തന്നെ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിക്ക് വീഡിയോ ഒക്കെ വളരെ നന്നായിട്ട് എടുക്കാൻ പറ്റി. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ഇതിലൂടെ ഒരു കുഞ്ഞു പാമ്പ് അങ്ങോട്ട് പോയി. അത് കണ്ടിട്ട് പേടിച്ച് ചാടി ഞങ്ങൾ അവിടുന്ന് പോവുകയും ചെയ്തു. എന്തായാലും നമ്മൾ അങ്ങനെ നടന്ന് ഏതാണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിലേക്ക് എത്തുകയാണ്. ഈ സൈഡിൽ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെടികളാണ്, തെറ്റിയാണ് കൂടുതലായിട്ടും. തൈ കാണുന്ന കണ്ടില്ലേ, ചുമന്ന തെറ്റിപ്പൂ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല ചുമന്ന തെറ്റിപ്പൂ. അത് ഈ സൈഡിലെല്ലാം അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല കളർഫുൾ ഒരു എന്താ പറയുന്നത്, ഇത് ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണുമ്പം നല്ല രസമാണ്. ഈ തെറ്റിപ്പൂവാണ് കൂടുതലും ഇവിടെ ഞാൻ കണ്ട ഒരു ചെടിയെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതും ഞാൻ അവിടെ കുറേയേറെ കണ്ടു. ഇതൊരു ഗാർഡൻ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അതും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ കാണുന്നത് വേറൊരു ചെടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പന്തൽ, ആ പന്തലിൻ്റെ മുകളിൽ കാണുന്നതാണ് ഈ കാണുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ മണിമുല്ല, അരിമുല്ല എന്ന് പറയില്ലേ, ലാസ്റ്റ് കണ്ടത് ബൊഗെയിൻവില്ലയാണ്. പക്ഷെ അതിന് മുമ്പ് കണ്ട ചെടിയുടെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ അകമാണ്. ഇത് മൊത്തം നമ്മൾ തടി കൊണ്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെടികളൊക്കെ പടർത്തി നല്ല വെറൈറ്റി ഒരു എൻവയോൺമെൻ്റ് ആണ്. ഇങ്ങനെ ഇരിക്കും. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഈ കാണുന്ന ഫിഷ് തിലോപ്പിയാണ് കേട്ടോ. ഇത് കാച്ചിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് വോൾട്ടാ റിവറിൻ്റെ സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്ക് ഈ വോൾട്ടാ റിവർ നല്ല പോലെ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലുള്ള മലകളും ഒക്കെ കാണാം. ഇനി നമുക്കൊരു ബോട്ടിംഗ് ആയാലോ ഈ വോൾട്ടാ റിവറിലൂടെ. ഇതാണ് നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോകുന്ന ബോട്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ സമയത്തിനനുസരിച്ചാണ്. നമുക്ക് അരമണിക്കൂർ ബോട്ടിങ്ങിന് ഇവിടെ 500 CD, അതായത് 500 CD ആണ് നമ്മൾ അരമണിക്കൂറിലേക്ക് ബോട്ടിങ്ങിന് പോകുന്നത്. ആ കാണുന്നത് ജെസ്കിയാണ് കേട്ടോ. അത് ഇവിടെ വളരെ അധികമുണ്ട്. ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നതും ഈ വോൾട്ടാ റിവറിലൂടെ ജെസ്കിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ തുടങ്ങി. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വേറൊരു ബോട്ട് നമുക്ക് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നൊരു അവധി ദിവസം കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ബോട്ടിങ്ങിന് വരുന്നുണ്ട് ഈ വോൾട്ടാ റിവറിൽ കൂടെ. അപ്പം നമ്മുടെ ബോട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നത് ഒരു ഐലൻഡാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ താമസമില്ലാത്ത സ്ഥലമല്ല കേട്ടോ. ഇവിടെയുള്ള എല്ലാ ഐലൻഡിലും കുഞ്ഞായിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ, എന്നാൽ ഒരുപാടില്ല, ചെറിയ രീതിയിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ആലപ്പുഴ പോലെ തോന്നിയില്ലേ? ഏതാണ്ട് അതുപോലെയാണ് എനിക്കും തോന്നിയത്. എക്സാക്ട്ലി അതുപോലെ നമ്മുടെ മരങ്ങളും ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആലപ്പുഴ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു ജീവിത രീതി എന്ന് പറയാം. കണ്ടില്ലേ തെങ്ങ്? ഇവിടെ വളരെയധികം തെങ്ങുണ്ട് കേട്ടോ. തേങ്ങയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ തേങ്ങയ്ക്ക് അത്ര വിലയും ഇല്ല. തേങ്ങ വളരെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും ഇവിടെ. നല്ല വെള്ളമല്ലേ. അങ്ങനെ നമ്മുടെ ബോട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ വേറെ കുറേ കാഴ്ചകളുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ തിലാപ്പിയ, ആ തിലാപ്പിയ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഈ തിലാപ്പിയ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ ചെമ്മീനൊക്കെ കൃഷി ചെയ്യില്ലേ, അതുപോലെ തിലാപ്പിയ ഇവിടെ വളരെ അധികം കിട്ടുന്ന ഒരു ഫിഷും കൂടെയാണ് ഈ തിലാപ്പിയ. ഈ വരിയോഴത്തൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്തും പിന്നെ എല്ലാ റെസ്റ്റോറൻറ്റിൽ പോയാലും ഈ തിലാപ്പിയ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഫിഷ് കൂടെയാണ് കേട്ടോ. ഈ ബോട്ടിങ്ങിനിടയിൽ വേറെ കണ്ടൊരു കാഴ്ചയാണ് ഒരു കുട്ടി വെള്ളത്തിൽ കൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ വളരെ അധികം കാണുന്ന ഒന്നാണെങ്കിലും ഇവിടെ നമ്മൾ ഇതൊക്കെ കാണുന്നത് ഈ പറയുന്ന വോൾട്ടാ റിവർ അങ്ങനെയുള്ള റിവർ സൈഡിലൊക്കെ മാത്രമാണ്. കാരണം അക്രയിൽ ഇങ്ങനെ റിവർ ഒന്നും അധികം ഇല്ല. അപ്പോൾ അവിടെ ഈ മാതിരി കാഴ്ചകളൊന്നും നമുക്ക് കാണാനും കഴിയില്ല. അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളമാണ്. ശരിക്കും ഈ യാത്ര ശരിക്കും സിമിലാരിറ്റി തോന്നുന്നത് നമ്മുടെ ആലപ്പുഴയിലൂടെ ഒരു ബോട്ടിലൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോഴാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ആലപ്പുഴയിൽ കൂടെ നമ്മളിങ്ങനെ ഒരു ബോട്ടിങ്ങിന് പോകുമ്പോൾ ഏതാണ്ട് ഇതുപോലത്തെ സൈഡ് കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതേ സെയിം ടൈപ്പ് തന്നെയാണ് കുഞ്ഞു വള്ളങ്ങളും പിന്നെ ഓപ്പോസിറ്റ് വരുന്ന ബോട്ടുകൾ, സൈഡിൽ ഇതുപോലെയുള്ള തെങ്ങുകൾ, ഇതൊക്കെയാണ് കൂടുതലും അവിടെയും കാണുന്നത്. അതൊക്കെ തന്നെയാണ് ഇതും. കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാള് ഈ കുഞ്ഞു വള്ളത്തിൽ മീൻ പിടിക്കുകയാണ് കേട്ടോ. മീൻ പിടിച്ച് നമ്മൾ മീനൊന്നും കണ്ടില്ല, പക്ഷെ അവര് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ മീൻ പിടുത്തക്കാരെ നമ്മൾ കുറെ കണ്ടായിരുന്നു. അവിടെയും സൈഡിലും ഒക്കെ കണ്ടില്ലേ, ഈ കുഞ്ഞു വള്ളത്തിലെല്ലാവരും മീൻ പിടിച്ച് ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണ്.
ഇതൊക്കെ ഈ റിവർ സൈഡിലുള്ള വേറെ കുറേ കോട്ടേജസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് വന്ന് താമസിക്കാം വെക്കേഷന്, അങ്ങനെയൊക്കെയുള്ള കോട്ടേജസ് ആണ്. പക്ഷെ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കോട്ടേജ് ആണ് നമ്മൾ മുമ്പ് കണ്ടത്. ഈ റിവർ സൈഡിലെല്ലാം ഇതുപോലെ ഒരുപാട് കോട്ടേജ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ബോട്ടിംഗ് എടുത്തിരിക്കുന്നതും ഇതുപോലെ ഒരു സ്റ്റേ ആണ്, ഹോം സ്റ്റേ പോലെയാണ്. നമുക്ക് അവിടെ വന്ന് സ്റ്റേ ചെയ്ത് നമുക്ക് അവിടെ ബോട്ടിംഗ് ഒക്കെ നടത്താം. ഇപ്പം നമ്മൾ വൺ ഡേ ട്രിപ്പായിട്ട് വന്നതുകൊണ്ട് ജസ്റ്റ് ബോട്ടിങ് മാത്രം. ഇതുപോലെ ഒരുപാട് ആൾക്കാർ വന്ന് ഈ സൈഡിലെല്ലാം നമ്മുടെ റെസ്റ്റോറൻറ്റ് പ്ലസ് ഹോം സ്റ്റേ കൂടെയാണ്. നമുക്ക് താമസിക്കണമെങ്കിൽ താമസിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് വന്ന് ഫുഡ് കഴിച്ച് നമുക്ക് ഒരു ദിവസത്തെ ബോട്ടിംഗ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് പോകാം. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഒരു സൈഡ് ഫുള്ള് കവർ ചെയ്തു നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ ഈ ബോട്ട് ഇവിടുന്ന് തിരിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇത് ഈ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഒരു ഐലൻഡ് ആണ്. ഈ ഐലൻഡിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്. ഈ വീട്ടിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഐലൻഡ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ താമസിക്കുന്ന ഐലൻഡുകളാണ് ഇവിടെ ഈ റിവറിന് ഉള്ളത്. ഇത് പാം ഐലൻഡാണ് കേട്ടോ. ആ കാണുന്നത് ഒരു മലനിരയാണ്. ഇത് വോൾട്ട റിവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, നമ്മളിപ്പോൾ വന്ന സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിനി നമ്മൾ കയറി ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് ഈ ബോട്ടിങ്ങിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മുന്നേ കാണുന്നതാണ് അഡോമി ബ്രിഡ്ജ്. ഈ അഡോമി ബ്രിഡ്ജ് വോൾട്ട റിവറിന് എക്രോസ് ആണ് ഉള്ളത്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂവും കൂടെ കാണാം. വളരെ വലിയ ബ്രിഡ്ജാണ്. ഇപ്പം നമ്മൾ സൈഡിൽ നിന്നിട്ട് കാണുന്നതാണ് ഈ അഡോമി ബ്രിഡ്ജ്. നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബ്രിഡ്ജിലൂടെ ഒരു ട്രാവൽ ചെയ്യാം. അങ്ങനെ നമ്മൾ ഏതാണ്ട് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താറാവുകയാണ്. ഈ സൈഡിലെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഹോം സ്റ്റേകളുണ്ട്. നമ്മുടെ ഹോം സ്റ്റേ, അതായത് നമ്മൾ കയറിയ സ്ഥലം കാണുന്നതാണ് കേട്ടോ. അതുപോലെ ഈ റെസ്റ്റോറൻ്റ് ആണത്. അതിങ്ങനെ വെളിയിലോട്ടിരുന്ന് ഫുഡ് കഴിക്കാം. വള്ളത്തിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിലും ഈ വള്ളത്തിൽ ട്രാവൽ ചെയ്യാം. 50 CD ആണ്. ഇതാണ് നമ്മൾ കയറിയ സ്ഥലം. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ പൂർത്തിയാക്കി നമ്മൾ കയറിയ സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ഏതാണ്ട് 1/2 മണിക്കൂർ ബോട്ടിംഗ് ആണ് നമ്മൾ ചെയ്തത്. ഈ കാണുന്നത് ജെസ്കി. ഇതിൽ വേണമെങ്കിലും നമുക്ക് കയറാം, പക്ഷെ നമ്മൾ കയറിയില്ല. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിന് അകത്തുള്ള കുറച്ച് കാഴ്ചകൾ, നമ്മൾ മുമ്പേ കണ്ട റെസ്റ്റോറൻ്റ് അല്ല ഇത് വേറെ ഒരെണ്ണമാണ്. കാണുന്നത് ബാർ കൗണ്ടറാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഡ്രിങ്ക്സും കിട്ടും. ഇവിടെയും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അവർ ഈ പൂക്കളൊക്കെ ഒരുപാടുണ്ട്. പലതരത്തിലുള്ള ചെടികൾ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. എല്ലാം നല്ല എന്താ പറയുന്നത്, നല്ല കളർഫുൾ ഒരു എൻവയോൺമെൻറ്റ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം വളരെയധികം കാണുന്നത് തെങ്ങാണ്. ഒരുപാട് തേങ്ങയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. നേരത്തെ പറഞ്ഞ അഡോമി ബ്രിഡ്ജിലൂടെ ഉള്ളൊരു യാത്ര. ഈ ബ്രിഡ്ജിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോകേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ബ്രിഡ്ജ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. ഇവിടുന്ന് നമുക്ക് ഹോ വോൾട്ടയിലേക്കൊക്കെ ഈ ബ്രിഡ്ജ് ത്രൂ ആണ് പോകുന്നത്. അക്രയിൽ നിന്ന് നമ്മൾ ഹോ വോൾട്ട, അങ്ങനെ ആ സൈഡിൽ ഈസ്റ്റേൺ റീജിയൻ ആ സൈഡിലോട്ടൊക്കെ നമ്മൾ പോകുന്നത് ഈ ബ്രിഡ്ജിലൂടെയാണ്. നമ്മൾ ജസ്റ്റ് ഈ ബ്രിഡ്ജ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ബ്രിഡ്ജിൽ കയറിയത്. അങ്ങനെ ഇന്നത്തെ യാത്ര ഏതാണ്ട് പൂർത്തിയായി. ഇന്നത്തെ വ്ളോഗും ഏതാണ്ട് പൂർത്തിയായി. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് നമ്മൾ തിരിച്ചു വരും. വരുന്ന വഴിക്ക് ഞങ്ങളൊരു സൺസെറ്റ് ഒക്കെ കണ്ടു. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ, സി യു.